അനുപമ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ നിന്റെ ഇഷ്ടം. ഞാൻ ഇനി അതിന് തടസ്സമൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ നീ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ എന്നോട് വാക്ക് പറയണ്ടേ? അമ്മയോട് ഞാൻ പറഞ്ഞില്ലേലും ഞാൻ അവിടെ പോകണമെന്ന് തന്നെയായിരുന്നല്ലോ അമ്മയുടെ ആഗ്രഹം. അതുകൊണ്ടുകൂടി ഞാൻ പെട്ടെന്ന് പോയത്. എന്റെ വാക്ക് നീ തള്ളിക്കളയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി നിന്റെ ഒപ്പം വരുമായിരുന്നു. അവിടെ ഈ പറയുന്നത് പോലുള്ള സ്വത്തൊക്കെ ഉണ്ടോ, അതോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ തറവാട് മാത്രമാണോ എന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. കാണാൻ അത്ര വലിയ തറവാടൊന്നും അല്ല. പിന്നെ കല്യാശ്ശേരി വക ഭൂസ്വത്ത് കുറെ ഉണ്ടെന്ന് തോന്നുന്നു. സിറ്റിയോട് ചേർന്ന സ്ഥലമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ കോടികൾ വില മതിക്കുമെന്ന് പറയാം. അല്ല, ഈ അനന്തമാഷും മക്കളും ഒക്കെ ഇനി അവിടെ തന്നെ ആയിരിക്കും താമസം? അത് അച്ഛനിപ്പോ സ്ഥലത്തില്ല. അദ്ദേഹം എല്ലാവരെയും തറവാട്ടിൽ കൊണ്ടുവന്നാക്കിയ അന്ന് തന്നെ തിരിച്ചുപോയി. അല്ല, അപ്പൊ ഈ അനന്തമാഷ് ഒറ്റയ്ക്ക് പഞ്ചരത്നത്തിലും ബാക്കി എല്ലാവരും തറവാട്ടിലുമാണോ? അല്ല, അമ്മ ഇത് വേറെ ആരോടും പറയണ്ട. അച്ഛനിപ്പോ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതെന്താ? മാഷ് എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോയതാണോ? അറിയില്ല. അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു. എന്നിട്ട് നിന്നോട് എന്താ മാഷ് പറഞ്ഞേ? അദ്ദേഹം ഒരു യാത്ര പോവാണെന്നും അനുവിനെയും മോനെയും തറവാട്ടി നിർത്താതെ വിളിച്ചോണ്ട് പോകണമെന്നും പറഞ്ഞു. ആ തറവാട്ടിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. അതാ ഞാൻ അനുവിനെയും മോനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാലോ എന്ന് ആലോചിച്ചു. കൊള്ളാം കൊള്ളാം. ഇത് അനന്തം മാഷിന്റെ തറവാടിന്റെ ദോഷമൊന്നുമല്ല, അത് അനന്തം മാഷിന്റെ തന്ത്രമാ. അല്ല, അല്ലെങ്കിൽ ദോഷമുള്ള കുടുംബത്തിൽ മക്കളെ മാത്രം നിർത്തിയിട്ട് അനന്തം മാഷ് യാത്ര പോവോടാ ഇന്ദിര? അദ്ദേഹം പ്രായശ്ചിത്തമായി അമ്പലങ്ങളിൽ വഴിപാട് നടത്താൻ പോയതാണെങ്കിലും അമ്മേ. അതൊന്നും അല്ല. തറവാട്ടിലെത്തിയപ്പോ മക്കൾക്ക് അച്ഛനെ വലിയ വിലയൊന്നും ഇല്ലാതായി കാണും. അഹങ്കാരികളായ 5 പെമ്മക്കളും അവിടെ കിടന്ന് തമ്മി തല്ലി ചാവണ്ടെന്ന് കരുതിയിട്ടാവും അനന്തമാഷ് അനുവിനെ നിന്നോട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ ഇന്ദിര, അമ്മയുടെ സ്വത്ത് കിട്ടിയാല് പഞ്ചരത്നങ്ങൾ പരിന്തിന്റെ സ്വഭാവം കാണിക്കുമെന്ന്. മക്കളെ അച്ഛനെ തള്ളിപ്പറഞ്ഞു കാണും. അതാണല്ലോ മാഷ് കാഷായം ചുറ്റി കാശിക്ക് പോയത്. എന്റെ അമ്മ വെറുതെ അറിയാത്ത കാര്യങ്ങൾ ഊതി പിരിപ്പിച്ച് കഥകൾ ഉണ്ടാക്കണ്ട. ചില പ്രശ്നങ്ങളൊക്കെ തറവാട്ടിലുണ്ട്. അതുകൊണ്ട് അനുവിന്റെ മോന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ എടുക്കണം. അപ്പോ നിനക്ക് ഇന്നും അങ്ങോട്ട് പോകേണ്ടി വരൂ? അതെ, ചിലപ്പോ പോകേണ്ടി വരും അമ്മേ. അപ്പോ സച്ചി സാറിനെ കാണാൻ പോകുന്ന നീ പറഞ്ഞതോ? ഇന്ന് അവര് ജോത്സരെ പോയി കാണൂടാ. സച്ചി സാറിനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ച് വിവരങ്ങൾ ചോദിക്കാം. നമ്മൾ അവിടെ വരെ പോയി സംസാരിക്കണമെന്നില്ലല്ലോ. എടാ, പോയി തന്നെ സംസാരിക്കണം. എനിക്കിത് കുട്ടിക്കളിയല്ല. എന്റെ 2ാമത്തെ മോന്റെ കല്യാണ. നിനക്ക് വലുത് നിന്റെ ഭാര്യ വീട്ടുകാരെയാണെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ. ദേ, സത്യന്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. എന്റെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് സത്യന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എനിക്ക് എന്റെ ഭാര്യയുടെ മകന്റെ കാര്യം കൂടെ നോക്കണ്ടേ? നീ ആരുടെ കാര്യം വേണേലും നോക്കിക്കോ. ഞാൻ പറഞ്ഞതേ, നീ അനുപമ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരുന്നുണ്ടെങ്കിലേ അത് എന്നോട് പറഞ്ഞിട്ട് വേണം. അവളിവിടെ മരുമകളായിട്ട് വന്നതേ പഞ്ചരത്നം വീട്ടിൽ നിന്നാ. ഇപ്പൊ അവളുള്ളതേ അവളുടെ അമ്മയുടെ തറവാട്ടില്. അവിടെ നിന്ന് അവൾ ഇങ്ങോട്ട് വരും മുമ്പ് ആ തറവാട് ഞാനും കൂടെ ഒന്ന് കാണണ്ടേ ഇന്ദിര? അതാ ഇന്ദിര അതിന്റെ ശരി. അതെ, അനുവിനെ മോനെ നമുക്ക് ഒരുമിച്ച് പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എപ്പോഴാന്ന് നീ പറഞ്ഞാൽ മതി.